ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടി അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. വല്ലാത്ത മഴ. കഴിഞ്ഞ വീക്കിലാണെങ്കിൽ ഒരു മൂവി കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ പോകാൻ പറ്റിയില്ല. ഞാൻ ഓഫീസിൽ നിന്നും എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളും. ഇത്തരം കാര്യങ്ങൾ, പാസ്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, പാസ്റ്റ് പ്ലാൻസ്, വളരെ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിലും പറയാം. അതിന് പറ്റിയ ഒരു എക്സ്പ്രഷനാണ് തോട്ട് ഓഫ്. തിങ്ക് ഓഫ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട് ഓഫ്. പാസ്റ്റ് പ്ലാൻസിനെ പറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് യെസ്റ്റർഡേ കഴിഞ്ഞതാകാം, അതല്ലെങ്കിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ, അതുമല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിൽ, കഴിഞ്ഞ മന്ത്, ലാസ്റ്റ് ഇയർ ഒക്കെ ആകാം. ഐ തോട്ട് ഓഫ് കമ്മിങ് ടു യുവർ ഹൗസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തു എന്നർത്ഥം. വി തോട്ട് ഓഫ് വാച്ചിങ് എ ഹൊറർ മൂവി ലാസ്റ്റ് വീക്ക്. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ഒരു ഹൊറർ മൂവി വാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്ലാൻ ചെയ്തു എന്നർത്ഥം. തോട്ട് ഓഫ് എന്ന എക്സ്പ്രഷൻ കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ശ്രദ്ധിച്ചോ? കമ്മിങ്, വാച്ചിങ് എന്നൊക്കെ. അപ്പോൾ തോട്ട് ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ING ഫോമാണ്. തോട്ട് ഓഫ് കമ്മിങ്, തോട്ട് ഓഫ് വാച്ചിങ് എന്നൊക്കെ. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ തോട്ട് ഓഫ് ഇൻവൈറ്റിംഗ് ഓൾ മൈ ഫ്രണ്ട്സ് ടു ദ പാർട്ടി. ഐ തോട്ട് ഓഫ് ഇൻവൈറ്റിംഗ് ഓൾ മൈ ഫ്രണ്ട്സ് ടു ദ പാർട്ടി. ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും പാർട്ടിക്ക് ക്ഷണിക്കണമെന്ന് വിചാരിച്ചു. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഫസ്റ്റ് വേണ്ടത് സബ്ജക്റ്റ് ഇവിടെ ഐ ആണ്. അത് കഴിഞ്ഞിട്ട് തോട്ട് ഓഫ് എന്നുപയോഗിക്കുക. പിന്നെ ING ഫോം ഓഫ് ദ വേർബ്. അത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് തോട്ട് ഓഫ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇതുപോലെ എത്ര സെൻറ്റൻസ് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. He thought of playing football this morning, but because of bad weather, he couldn't play. He thought of playing football this morning. ഇന്ന് രാവിലെ അവൻ ഫുട്ബോൾ കളിക്കണമെന്ന് വിചാരിച്ചു. ബട്ട് ബിക്കോസ് ഓഫ് ബാഡ് വെതർ ഹി കുഡിൻ പ്ലേ. എന്നാൽ മോശമായ കാലാവസ്ഥ കാരണം അവന് കളിക്കാൻ പറ്റിയില്ല. ഇനി വേറൊരു സെൻറ്റൻസ്. I didn't think of writing the letter. I didn't think of writing the letter. ഇവിടെ തോട്ട് ഓഫ് എന്നതിന് പകരം ഡിഡിൻറ്റ് തിങ്ക് ഓഫ് എന്നുപയോഗിച്ചു. അപ്പോൾ എന്താ മീനിങ്? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഡിഡിൻറ്റ് തിങ്ക് ഓഫ് എന്നാൽ ചിന്തിച്ചില്ല എന്നായി, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തില്ല എന്നായി. ഐ ഡിഡിൻറ്റ് തിങ്ക് ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ. ഞാൻ ലെറ്റർ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തില്ല, ലെറ്റർ എഴുതുക എന്ന കാര്യം. ഞാൻ മാർക്കറ്റിൽ വെജിറ്റബിൾ വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല എന്നർത്ഥം. അത് എങ്ങനെ, ആ ഒരു സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഡിഡിൻറ്റ് തിങ്ക് ഓഫ് ബൈയിങ് വെജിറ്റബിൾസ് ഫ്രം ദ മാർക്കറ്റ്. ഐ ഡിഡിൻറ്റ് തിങ്ക് ഓഫ് ബൈയിങ് വെജിറ്റബിൾസ് ഫ്രം ദ മാർക്കറ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ ഒരു സെൻറ്റൻസ് നമുക്കുണ്ടാക്കാം. അതെങ്ങനെ ചെയ്യും? നോക്കൂ ഈ സെൻറ്റൻസ്. ഡിഡ് യു തിങ്ക് ഓഫ് കൺസൾട്ടിങ് ദ ഡോക്ടർ? ഡിഡ് യു തിങ്ക് ഓഫ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നത്. ഡിഡ് യു തിങ്ക് ഓഫ് കൺസൾട്ടിങ് ദ ഡോക്ടർ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നോ എന്നാണ് അതിനർത്ഥം. വേറൊരു ഡിഫറെൻറ്റ് വേയിൽ ഒരു സെൻറ്റൻസ് പറയാം. ഐ തോട്ട് ഓഫ് നോട്ട് കമ്മിങ് ടു യുവർ ഹൗസ്. ഐ തോട്ട് ഓഫ് നോട്ട് കമ്മിങ് ടു യുവർ ഹൗസ്. എന്താ ഇതിൻ്റെ മീനിങ്? ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാതിരിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു. നോട്ട് കമ്മിങ് ടു യുവർ ഹൗസ്. ഐ പ്ലാൻഡ് നോട്ട് ടു കം ടു യുവർ ഹൗസ് എന്നാണ് അതിൻ്റെ മീനിങ്. നിൻ്റെ വീട്ടിലേക്ക് വരാതിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തു. ഐ തോട്ട് ഓഫ് നോട്ട് ഇൻവൈറ്റിംഗ് മൈ ഫ്രണ്ട്സ്, ബട്ട് ഐ ഹാഡ് ടു ഇൻവൈറ്റ് ദം. എൻ്റെ ഫ്രണ്ട്സിനെ ക്ഷണിക്കാതിരിക്കുന്നതിനെ പറ്റി ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്കവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഐ ഹാഡ് ടു ഇൻവൈറ്റ് ദം.
അങ്ങനെ ഞാൻ ചിന്തിച്ചു. ഇൻവൈറ്റ് ചെയ്യാതിരിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്കവരെ വിളിക്കേണ്ടി വന്നു, എനിക്കവരെ ക്ഷണിക്കേണ്ടി വന്നു. I thought of not writing the exam, but I had to write the exam because of force from my parents. ഈ എക്സാം എഴുതാതിരിക്കുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു. I thought of not writing the exam. എക്സാം എഴുതാതിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, ഞാൻ പ്ലാൻ ചെയ്തു. എക്സാം എങ്ങനെ എഴുതാതിരിക്കുക എന്നൊക്കെ, അതിനുള്ള വഴിയൊക്കെ ആലോചിച്ചു എന്നർത്ഥം. ബട്ട് ഐ ഹാഡ് ടു റൈറ്റ് ദി എക്സാം ബിക്കോസ് ഓഫ് ഫോഴ്സ് ഫ്രം മൈ പാരൻസ്. പക്ഷേ എനിക്ക് എക്സാം എഴുതേണ്ടി വന്നു ബിക്കോസ് ഓഫ് ഫോഴ്സ് ഫ്രം മൈ പാരൻസ്. പാരൻസിൻ്റെ നിർബന്ധം കൊണ്ട് എനിക്ക് എക്സാം എഴുതേണ്ടി വന്നു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ കസിന് വേണ്ടി ഒരു നൈസ് ഗിഫ്റ്റ് വാങ്ങുന്നതിന് ഞാൻ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ തോട്ട് ഓഫ് ബൈയിങ് എ നൈസ് ഗിഫ്റ്റ് ഫോർ മൈ കസിൻ. ഐ തോട്ട് ഓഫ് ബൈയിങ് എ നൈസ് ഗിഫ്റ്റ് ഫോർ മൈ കസിൻ. മാർക്കറ്റിൽ പോകണമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഐ ഡിഡിൻ തിങ്ക് ഓഫ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ ഡിഡിൻ തിങ്ക് ഓഫ് ഗോയിങ് ടു ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പോകാതിരിക്കുന്നതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു. മാർക്കറ്റിൽ പോകാതിരിക്കുന്നതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു. ഐ തോട്ട് ഓഫ് നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ തോട്ട് ഓഫ് നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഇനിയുള്ള 2 സെൻറ്റൻസസ് നോക്കൂ. ഫസ്റ്റ് വൺ, ഐ ഡിഡിൻ തിങ്ക് ഓഫ് ബൈയിങ് ഫ്രൂട്ട്സ്. സെക്കൻഡ് സെൻറ്റൻസ്, ഐ തോട്ട് ഓഫ് നോട്ട് ബൈയിങ് ഫ്രൂട്ട്സ്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ഐ ഡിഡിൻ തിങ്ക് ഓഫ് ബൈയിങ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് വാങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എന്നാണ്. ഐ ഡിഡിൻ തിങ്ക് ഓഫ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് സെൻറ്റൻസിൻ്റെ മീനിങ് എന്താ? ഐ തോട്ട് ഓഫ് നോട്ട് ബൈയിങ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് വാങ്ങാതിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഫ്രൂട്ട്സ് വാങ്ങാതിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. നോക്കൂ ഈ 2 സെൻറ്റൻസിൻ്റെയും ഡിഫറൻസ്. ഇനി ഇതുപോലെ കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ. സംസാരിക്കുമ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഇത്.